ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നാരങ്ങ വിളക്കിനെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ നടക്കാതെ പോകുന്നുണ്ടോ? എനിക്കൊരു ചോദ്യം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ നാരങ്ങ വിളക്ക് സമർപ്പിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നാണ് നിങ്ങൾക്കതിൻ്റെ രഹസ്യം പറയുന്നത്. നാരങ്ങ വിളക്ക് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ശക്തമായ വഴിപാടാണ്. പ്രത്യേകിച്ച് ദുർഗാദേവി, കാളീദേവി, ഭദ്രകാളി എന്നിവർക്കാണ് ഈ വിളക്ക് വെളിക്കുന്നത്. പലരും പറയുന്നു ഇത് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടുമെന്ന്. വിളക്ക് വഴിപാടുകളിൽ പ്രാധാന്യമാണ് നാരങ്ങ വിളക്ക്. രാഹുദോഷ ശാന്തിക്കായി ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത്. ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിനും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഇത് സവിശേഷമാണ്. നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്ന രീതി: ഒരു പച്ച നാരങ്ങ നടുവെ പിളർന്ന ശേഷം നീര് കളഞ്ഞ് പുറന്തോട് അകത്തക്ക വര രീതിയിൽ ചിരാതുപോലെ ആക്കണം. ഇതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് കോട്ടൺ തിരിയിട്ട് വേണം തിരി തെളിയിക്കാൻ. തിരി തെളിയിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും ദേവിയെ വിളിക്കണം. തെളിയിക്കുന്ന നാരങ്ങ വിളക്കിൻ്റെ എണ്ണം ഒറ്റ സംഖ്യയിലായിരിക്കണം. അതായത് എത്ര നാരങ്ങ എടുക്കുന്നോ അതിൽ ഒരു നാരങ്ങയുടെ പകുതി ഉപേക്ഷിക്കണം. പൊതുവെ 5, 7, 9 എന്നീ ക്രമത്തിലാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത്. അമ്ലഗുണം ഉള്ള നാരങ്ങയിൽ എണ്ണയോ നെയ്യോ ചേരുമ്പോൾ അതിൻ്റെ ഫലം തീവ്രമാകും. തിരി തെളിയിക്കുന്നതിലൂടെ ഭക്തനിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും നിഷ്പ്രഭമാകും. കൂടാതെ ദേവിയുടെ നടയ്ക്ക് മുന്നിൽ നാരങ്ങ വിളക്ക് തെളിയിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹപൂർത്തീകരണത്തിന് കാരണമാകും. ഈ വിളക്ക് മുഴുവൻ കത്തിത്തീരുന്നതും നല്ല ലക്ഷണമാണ്. നവഗ്രഹങ്ങളിലൊന്നായ രാഹു അനിഷ്ടകാരിയായാണ്. നിത്യേനയോ ചൊവ്വ, വെള്ളി, അമാവാസി, പൗർണമി ദിവസങ്ങളിൽ രാഹുകാല സമയം ഇതാണ്. 3 മുതൽ 4:30 വരെയും 6 മണി മേലെയും ചെയ്താൽ ഫലം ഇരട്ടിയാകും. ഇങ്ങനെ നാരങ്ങ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷ ശാന്തിക്കുള്ള ഉത്തമ മാർഗമാണ്. ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് തെളിയിച്ച ശേഷം ദേവീപ്രീതികരമായ മന്ത്രങ്ങൾ, ലളിത സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ്. ലളിത സഹസ്രനാമ ജപം സാധിച്ചില്ലെങ്കിൽ 3 തവണ ലളിത സഹസ്രനാമ ധ്യാനം മാത്രമായും ജപിക്കാവുന്നതാണ്. എല്ലാ ആഴ്ചയും മുടങ്ങാതെ വയ്ക്കണം. 4, 9 ആഴ്ചകളിൽ മുടങ്ങാതെ വിളക്ക് വെച്ചാൽ ഇരട്ടി ഫലം ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ ഭക്തി വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യണേ.